ഹായ്. ഞാനേ ഇപ്പം ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താണെന്നല്ലേ, ഇതൊന്ന് കണ്ടു കേട്ടോ. ഇത് കോഴിക്കോട് മാവൂർ റോഡാണ്. അതായത് ഈ മാവൂർ റോഡിലാണ് കൈരളി തിയേറ്റർ ഉള്ളത്. കൈരളി തിയേറ്ററിനെ ഇപ്പം സിനിമ കഴിഞ്ഞിറങ്ങുന്നതിൻ്റെ തിരക്കാണിത്. അതായത് നൂൺ ഷോ, അതിൻ്റെ തിരക്കാണ് നമ്മൾ റോഡ് കണ്ടത്. സിനിമ ഏതാ മനസ്സിലായില്ലേ? തുടക്കം. ഞാനിത് കാണിക്കാൻ കാരണം പല റിവ്യൂസും പറയുന്നുണ്ട് സിനിമാ തിയേറ്ററിൽ ആളില്ല. ഇന്ന് കോഴിക്കോട് ഒരുപാട് തിയേറ്ററിലുണ്ട് ഈ തുടക്കം എന്ന സിനിമ കളിക്കുന്നത്. എല്ലായിടത്തും നല്ല ഹൗസ്ഫുൾ ഷോയാണ്. ഞാൻ കാണിച്ചത് നോ ഷോയുടെ തിരക്കാണെങ്കിൽ മാറ്റിനിക്ക് നല്ല തിരക്കായിരുന്നു. ഞാൻ ടിക്കറ്റ് എടുത്തപ്പോൾ തന്നെ എനിക്കൊരു സൈഡിലാണ് ടിക്കറ്റ് കിട്ടിയത്. വിത്ത് ഫാമിലി ആയിട്ടാണ് ഞാൻ സിനിമ കണ്ടത്. മാറ്റിനിയുടെ കാറുകളാണിത്. ഇതുണ്ടോ, ഇത് സിനിമ തുടങ്ങുന്നതിന് മുന്നേ കണ്ട കാറുകളുടെ തിരക്കാണിത്. എന്ന് വെച്ചാൽ ഞാൻ തിയേറ്ററിന് ഉള്ളിലോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ മാറ്റിനിക്കാണ് പോയത് കൈരളി തിയേറ്ററിൽ. അപ്പം കണ്ട തിരക്കാണ് നിങ്ങളിപ്പോൾ കണ്ടത്. വിസ്മയ തുടക്കം, അതായത് മോഹൻലാലിൻ്റെ മകൾ വിസ്മയ അഭിനയിച്ച സിനിമ, ആദ്യമായിട്ട് അഭിനയിച്ച, ഇപ്പം തിയേറ്ററുകളിൽ ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുന്ന തുടക്കത്തെക്കുറിച്ച് ഞാൻ റിവ്യൂ ഒന്നും ചെയ്യല്ല. അതിനെ കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് കാര്യങ്ങളൊന്നും പറയല്ല. എന്നെ സംബന്ധിച്ച് സിനിമ കാണുക എന്നുള്ള കാര്യം പറഞ്ഞാൽ, സിനിമ കണ്ടു കഴിയുമ്പം നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കണം, എൻഗേജ്ഡ് ആയിരിക്കണം. സിനിമ കാണുന്ന ടൈമിൽ നല്ല ത്രില്ലിംഗ് ആയിട്ട് അല്ലെങ്കിൽ സന്തോഷമായിട്ട് നമ്മൾ ആ സിനിമ കണ്ടു തീർക്കുക എന്നുള്ളതാണ്. അതിനെ കീറി മുറിച്ച് ക്ലീഷേ മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞൊന്നും ഇതൊക്കെ ഞാൻ നിൽക്കുന്നില്ല. സിനിമയെക്കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിലേ, ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വിസ്മയ തുടക്കം തന്നെ പറയാം. വിസ്മയുടെ തുടക്കം ആ സിനിമയാണ്. കൂടെ ഒരാൾ കൂടെ ഉണ്ട്, ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകൻ ആശിഷ് ജോ ആൻ്റണി. അതെ, ഇതിൽ വിസ്മയനെ പോലെ തന്നെ ഫുൾ കഥാപാത്രമാണ്. ഒരു നെഗറ്റീവ് റോളാണ്, നമ്മളധികം പറയുന്നില്ല. പക്ഷേ പൊളിച്ച്, ഒരു രക്ഷയില്ല, ഒരു വാക്കുപോലും മിണ്ടാതെ അഭിനയിച്ച് തകർത്തെന്ന് പറയാം. ഇതിനു മുമ്പ് നമ്മൾ പണിയിൽ സാഗർ സൂര്യൻ്റെ വേഷം കണ്ടിരുന്നില്ലേ? അതുപോലത്തെ ഒരു കിടിലൻ കഥാപാത്രം, ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പറായി. അതുപോലെ തന്നെ വിസ്മയുടെ അഭിനയവും കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, വിസ്മയ ഒരു പുതുമുഖമാണ്, നാടകത്തിൽ മാത്രം അഭിനയിച്ചുള്ള ശീലമാണ്, എന്നിട്ടാണ് സിനിമയിലോട്ട് വന്നത്. അങ്ങനെ നോക്കുമ്പോൾ വിസ്മയുടെ അഭിനയം സൂപ്പറാണ്. പിന്നെ ഉള്ളത് സായ്കുമാറാണ്. സായ്കുമാറിനെ കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, കാരണം വർഷങ്ങളായിട്ട് സിനിമയിൽ നിലനിൽക്കുന്ന ഒരാളാണ്, അടിപൊളിയാണ്. ഒരുപാട് താരങ്ങൾ അണിനിരന്ന ഒരു സിനിമയാണ് തുടക്കം. ഞാൻ തുടക്കത്തെക്കുറിച്ച് കൂടുതൽ പറയാത്തതെന്ന് വെച്ചാൽ, ഇത് തുടക്കം എന്ന സിനിമയെ ഒരുപാട് പേര് ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് റിവ്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ കുറേ പേര് പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഇൻ്റർവെല്ലിൽ വരെ സൂപ്പറായിരുന്നു, ഇൻ്റർവെല്ലിന് ശേഷം അത്ര പോരാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇൻ്റർവെല്ലിന് ശേഷമാണ് ആ പടത്തിൻ്റെ ഒരു ഗ്രിപ്പ് കിട്ടിയെന്ന് പറയാം. ഇൻ്റർവെല്ലിൽ ഒരു ആ പടത്തിനെക്കുറിച്ച് ഇങ്ങനെ കൊണ്ടുപോകുമെങ്കിലും ഇൻ്റർവെല്ലിന് ശേഷമാണ് പടം നല്ല എൻഗേജ്ഡ് ആയിരുന്നു, നല്ല ത്രില്ലിംഗ് ആയിരുന്നു. പിന്നെ ഒരു നെഗറ്റീവ് റിവ്യൂ കേട്ടത് മോഹൻലാൽ, അദ്ദേഹത്തിൻ്റെ പ്രസൻസും അല്ലെങ്കിൽ ആക്ഷനും അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഈ സിനിമയിൽ മോഹൻലാൽ എന്നല്ല, ആ സിനിമയിൽ വേണ്ട സ്ഥലത്ത് വേണ്ടയാളെ അവർ സ്പേസ് ചെയ്തു. ഇത് സംവിധാനം ചെയ്ത ആൾ ജൂഡ് ആന്റണി ജോസഫാണ്. അപ്പോൾ അദ്ദേഹം ആ വേണ്ട സ്ഥലത്താണ് ആ വേണ്ട ആളെ തന്നെ പ്ലേസ് ചെയ്തതെന്ന് ഞാൻ പറയും. കാരണം നമ്മൾ തളർന്നിരിക്കുമ്പം നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അവിടെ ആ നടൻ പ്രത്യക്ഷപ്പെടുന്നത്. ഇവിടെ മോഹൻലാലല്ലാതെ അവർക്ക് വേറെ ആർക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. പക്ഷെ ലാലേട്ടനെ കൊണ്ടുവരാൻ ഒരു കാരണമുണ്ട്. സിനിമ എന്ന് പറയുന്ന മാധ്യമം അല്ലെങ്കിൽ ആ ഒരു സംഭവം ഒരു ബിസിനസ് കൂടിയാണ്. ഒരു ടേക്ക് ഓഫ് വേണം സിനിമയ്ക്ക്. വിസ്മയാണ് നായികയായിട്ട് വരുന്നത്, നായിക പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്. അപ്പം ആ സിനിമയ്ക്ക് ഒരു ടേക്ക് ഓഫ് വേണമെങ്കിൽ അതേപോലത്തെ ഒരു താരം ആ സിനിമയിൽ ഉണ്ടായേ പറ്റുള്ളൂ. മോഹൻലാലിൻ്റെ മകളായതുകൊണ്ടും അവരുടെ സിനിമ ആയതുകൊണ്ടും നിർമ്മാണം ആൻ്റണി പെരുമ്പാവൂരാണ്. കേരളത്തിൽ അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് ഇത്രയും നല്ല ടേക്ക് ഓഫിന് പറ്റിയൊരു താരം വേറെയില്ല. അപ്പോൾ പിന്നെ ലാലേട്ടനെ കൊണ്ടുവന്നല്ലേ പറ്റുള്ളൂ. അപ്പോൾ സാമ്പത്തികമായിട്ടും ആ പടത്തിന് ഒരു ഉയർച്ച ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ വർക്കുകളായിക്കോട്ടെ, ഒരു ടീച്ചറായിക്കോട്ടെ, ട്രെയിലർ ആയിക്കോട്ടെ, നമ്മൾ എന്തിനാണേലും ലാലേട്ടനെ പോലൊരു താരം ഉണ്ടെന്ന് പറഞ്ഞാൽ ജനങ്ങൾ അതിൽ അടിച്ചു കയറുന്നത് ആർക്കും അറിയാം. അപ്പോൾ ഒരു സിനിമയുടെ ടേക്ക് ഓഫിന് വേണ്ടിയിട്ട് അവിടെ മോഹൻലാലിനെ തന്നെ പറ്റുള്ളൂ.
മലയാളത്തിൽ വേറൊരു നടൻ ഇന്നില്ല. ഒരുപാട് താരങ്ങളുണ്ട്, പക്ഷേ ഇത്രയും ഒരു ഹൈപ്പിൽ സിനിമയെ പെട്ടെന്ന് ഉയർത്താൻ പറ്റിയ ഒരാൾ ലാലേട്ടൻ തന്നെ ഉള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ആ ഒരു കറക്റ്റ് പ്ലേസ്മെൻറ്റിലാണ് കൊണ്ടുവരുത്തിയത്. പിന്നെ എല്ലാവരും പറഞ്ഞു ലാലേട്ടൻ്റെ ആക്ഷൻ അവിടെ ആവശ്യമില്ലായിരുന്നു എന്ന്. സ്പോയിലർ ആവില്ല എന്ന് വിചാരിക്കുന്നു. കാരണം അതൊക്കെ ഒരുപാട് പേര് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആക്ഷൻ അവിടെ വേണം. കാരണം ഒരാൾക്കൊരു മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിക്കുക എന്നുള്ളൊരു സംഭവം കൂടെ ഉണ്ട്. അപ്പം ഒരു ആക്ഷൻ സീൻ അവിടെ ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ലാലേട്ടനെ പോലെ ഒരാളെ കൊണ്ടുവന്നിട്ട് ആ സിനിമയിൽ വെറുതെ വിടുന്ന ശരിയല്ലല്ലോ. ആ സിനിമയുടെ വിജയത്തിന് വേണ്ടിയിട്ട് അതൊരാവശ്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കീറി മുറിച്ച് പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് റിവ്യൂ പറയുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടു. അതൊന്നും ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. ആ പടത്തിൻ്റെ എൻഗേജ് അല്ലെങ്കിൽ ഒരു സന്തോഷം അല്ല ത്രില്ലിങ്ങിന് നമുക്ക് അതൊക്കെ ആവശ്യമായിരുന്നു. മക്കളെ കൊണ്ട് എല്ലാ മാതാപിതാക്കളും ഈ സിനിമ ഒരു പ്രാവശ്യമെങ്കിലും കാണിക്കണം, പ്രത്യേകിച്ച് പെൺകുട്ടികളെയൊക്കെ. അങ്ങനത്തെ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സിനിമയും കൂടിയാണ് തുടക്കം. സോഷ്യൽ അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു സംഭവമാണ്. അതിൽ നല്ലൊരു മെസ്സേജൊക്കെ ഉള്ളൊരു സിനിമയാണ്. വെറും ആക്ഷനായിട്ട് പോകുന്നതല്ല, ഒരു ഫാമിലി ആക്ഷൻ ത്രില്ലറാണ് തുടക്കം. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രാവശ്യം തിയേറ്ററിൽ പോയി എല്ലാവരുടെയും കൂടെ ഇരുന്ന് കണ്ട് ആസ്വദിക്കാവുന്ന ഒരു അടിപൊളി സിനിമ വിസ്മയ തുടക്കം. വിസ്മയയുടെ തുടക്കം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല, നല്ല സൂപ്പറാണ്. അതിൽ ആക്ഷനൊക്കെ നാച്ചുറലായിട്ടാണ് ചെയ്യുന്നത് നമുക്ക് തോന്നും. കാരണം വിദേശത്ത് പോയിട്ട് മാർഷൽ ആർട്സൊക്കെ പഠിച്ച് അത് ഇവിടെ അവതരിപ്പിക്കുക വെച്ചാൽ കുറച്ച് തന്നെയാണ്. അപ്പോൾ ആ ഒരു അഭ്യാസം അറിയുന്നതുകൊണ്ടാണ് ആ കുട്ടിക്ക് അങ്ങനെ നല്ല കൂളായിട്ട് ആക്ഷൻ ചെയ്യാൻ പറ്റിയത്. അടിപൊളിയായിട്ടുണ്ട്. ആക്ഷനാണ് ഇതിൽ പ്രാധാന്യം ഉള്ളതെങ്കിലും കഥയ്ക്കുണ്ട് പ്രാധാന്യം, സോഷ്യൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്, ഫാമിലി ഓഡിയൻസിനെ ഉന്നം വെച്ച് തന്നെയുള്ളൊരു സിനിമ തന്നെയാണ് തുടക്കം. അപ്പോൾ നല്ലൊരു ഫാമിലി ആക്ഷൻ ത്രില്ലർ, അതാണ് തുടക്കം. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ജൂഡ് ആന്റണി ജോസഫാണ്. പിന്നെ നിർമ്മാണം ആന്റണി പെരുമ്പാവൂരാണ്. പിന്നെ മ്യൂസിക് അടിപൊളിയാണ്, ജോക്സ് ബിച്ചോയുടെ മ്യൂസിക്. അങ്ങനെ അണിയറയിൽ പ്രവർത്തിച്ചവർ ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ അരങ്ങിലും ഒരുപാട് പേരുണ്ട്. ഗണേഷ് കുമാർ, TG രവി ചേട്ടൻ, അതുപോലെ തന്നെ മനോജ് കെ ജയൻ, മിയ, അങ്ങനെ ഒരുപാട് ഗസ്റ്റ് ആർട്ടിസ്റ്റുകളുണ്ട്. ചിപ്പി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ കൂട്ടായ്മയാണ് തുടക്കം. നല്ല സിനിമയാണ്. എല്ലാവർക്കും ഒരു പ്രാവശ്യം തിയേറ്ററിൽ പോയി കാണാം. ഇത് എൻ്റെ അഭിപ്രായമാണ്, റിവ്യൂ അല്ല. പിന്നെ നല്ല 2 പാട്ടുകളും ഈ സിനിമയിലുണ്ട്. ആക്ഷൻ ഉണ്ട്, പാട്ടുണ്ട്, അത്യാവശ്യം നമ്മളെ എൻഗേജിലാക്കുന്ന എല്ലാ സംഭവങ്ങളും ഈ സിനിമയിലുണ്ട്. സോഷ്യൽ അറ്റാച്ച്മെൻറ്റുകളുണ്ട്, നല്ല മെസ്സേജ് ഉണ്ട്. അങ്ങനത്തെ എല്ലാം കൊണ്ടും നമുക്ക് ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ് തുടക്കം. ഈ ഓണത്തിന് എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ ഒരു കിടിലൻ സിനിമ തുടക്കം. എല്ലാവരും ടിക്കറ്റ് എടുത്തോളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ സിനിമയ്ക്കായിട്ട് മാറ്റി വെച്ചതാണ്. ഇത് ഫാമിലി ആയിട്ടാണ് പോയത്. ഞാൻ അവരുടെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ സമയം കിട്ടിയില്ല, തിരക്കായിരുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു കിടിലൻ കാഴ്ചയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.